ഹായ് ഫ്രണ്ട്സ്, ഡിസൈൻ ഓഫ് മെഷീൻ എലിമെൻറ്റ്സ് ടുവിൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ലെക്ചറിലായിട്ട് റോളിംഗ് കോൺടാക്ട് ബിയറിങ്സിൻ്റെ സെലക്ഷനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ സെലക്ഷൻ, അതിൻ്റെ ലൈഫ് റിലയബിലിറ്റി പ്രോബ്ലംസിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചത് സൈക്ലിക് ലോഡ് ആൻഡ് സൈക്ലിക് സ്പീഡ്, ആ സെക്ഷനിൽ നിന്നായിരുന്നു നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിസൈൻ ഫോർ cyclic loads and speeds എന്നുള്ള സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു കംപ്ലീറ്റ് ഒരു വർക്ക് സൈക്കിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് സൈക്കിളിൽ ലോഡും സ്പീഡും എന്ത് ചെയ്യും, വേരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് P1 ലോഡ്, P1 എന്ന് പറയുന്ന ലോഡ്, അല്ലെങ്കിൽ ഡേറ്റാ ബുക്ക് നോക്കുകയാണെങ്കിൽ P1-ന് പകരം അവർ എഴുതിയിരിക്കുന്നത് F1 എന്ന് പറയുന്ന ലോഡായിരിക്കും. F1 ഫോർ എ ഡ്യൂറേഷൻ ഓഫ് ദിസ് മച്ച് ടൈം, നമുക്കൊരു ടൈം പീരീഡ് തരും. ആ ടൈമിൽ N1 സ്പീഡിൽ ഇത്ര ലോഡ് ആക്ട് ചെയ്യുമ്പോൾ N1 സ്പീഡ് ആയിരിക്കുള്ളത്. അതുപോലെ F2 ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് N2 ആയിരിക്കും ഫോർ അനദർ ടൈം പീരീഡ്. അങ്ങനെ നമുക്ക് കുറേ ലോഡുകൾ തരും. ഇങ്ങനെ ലോഡുകൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ ആദ്യം എന്ത് ചെയ്യണം, ഇക്വലൻ്റ് മീൻ ലോഡാക്കി മാറ്റണം. അപ്പോൾ എങ്ങനെ ഇക്വലൻ്റ് മീൻ ലോഡാക്കി മാറ്റണം എന്നുള്ളതിന് നമുക്ക് ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ 16.9a, പേജ് നമ്പർ 374. അവിടെ P എന്നല്ല ലോഡിനെ അവർ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് FM, മീൻ ലോഡ് എന്ന് FM എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ P ഇക്വലൻ്റ് എന്നോ അല്ലെങ്കിൽ PM എന്ന് വേണമെങ്കിലോ റെപ്രസെൻറ്റ് ചെയ്യാം. ഡേറ്റാ ബുക്കിലെ റെപ്രസെൻറ്റേഷൻ FM എന്നാണ്. നമുക്കിതിനെ എങ്ങനെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. സോ അതിൻ്റെ ഇക്വേഷൻ അവിടെ ഡേറ്റാ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സോ F1 ക്യൂബ് ഇൻറ്റു N1 പ്ലസ് F2 ക്യൂബ് ഇൻറ്റു N2 പ്ലസ് എക്സെട്ര divided by n the whole raised to 1/3. ഇതാണ് നിങ്ങളുടെ ഡേറ്റാ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. ഇവിടെ n മീൻ ചെയ്യുന്നത്, ഡിനോമിനേറ്ററിൽ n മീൻ ചെയ്യുന്നത് ടോട്ടൽ സം ഓഫ് സ്പീഡ് N1 പ്ലസ് N2 പ്ലസ് N3 പ്ലസ് ആൻഡ് സോ ഓൺ. സോ ഇത്തരം പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യണം, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ ലെക്ചറിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ തന്നെ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാനാണ് ആദ്യം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. എ സിംഗിൾ റോ ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ്. അപ്പോൾ നമുക്ക് ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ് ആണുള്ളത്. ആൻഡ് ഡൈനാമിക് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് C വാല്യൂ, ഡൈനാമിക് വാല്യൂ എന്ന് പറഞ്ഞാൽ C വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് അറൗണ്ട് 40210 ന്യൂട്ടൺ എന്ന ഒരു ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ദെൻ ഓപ്പറേറ്റ്സ് ഓൺ എ വർക്കിംഗ് സൈക്കിൾ ഓൺ ദി വർക്ക് സൈക്കിൾ with a radial load of this much 2000 Newton at 1000 RPM for 25% of time, and radial load of 5000 Newton at 1500 RPM for 50% of time, and a radial load of 3000 Newton at 700 RPM for the remaining 25% of time. We need to calculate the expected life of the bearing in hours. നമുക്ക് LH വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യണം ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നോക്കേണ്ട കാര്യം, സാധാരണഗതിയിൽ റോളിംഗ് കോൺടാക്ട് ബിയറിംഗിൽ നമുക്ക് 2 ലോഡുകളാണ് വരുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? ആക്സിയൽ ത്രസ്റ്റും വരാറുണ്ട്, റേഡിയൽ ലോഡും വരാറുണ്ട്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, റേഡിയൽ ലോഡ് മാത്രമേ ഉള്ളൂ, FR മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വലൻ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ സാധാരണ ഇക്വലൻ്റ് ലോഡ് അവിടെ എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ്, രണ്ടും കൂടെ വരുമ്പോൾ XVFR പ്ലസ് YFA എന്നായിരുന്നു. ഇപ്പോൾ ഇവിടെ ആക്സിയൽ ഫോഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഇക്വൽ ലോഡിനെ എന്തായിട്ട് തന്നെ വിചാരിക്കാം, റേഡിയൽ ലോഡായിട്ട് തന്നെ വിചാരിക്കാം. റേഡിയൽ ലോഡ് തന്നെയാണ് അവിടുത്തെ നെറ്റ് ലോഡെന്ന് വിചാരിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആദ്യം ഞാൻ ഗിവൺ ഡേറ്റനെ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. അപ്പം ഗിവൺ ഡേറ്റയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അപ്പോൾ എനിക്ക് റേഡിയൽ ലോഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 3 സെക്ഷനായിട്ട് 3 സീരിയൽ സ്റ്റേജ് ആയിട്ടാണ് ഒന്ന്, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. അപ്പോൾ ഞാനൊരു കോളം വരച്ചു. അപ്പോൾ അതിൽ ഫസ്റ്റ് കോളത്തിന് എഴുതി റേഡിയൽ ലോഡ്. അപ്പോൾ റേഡിയൽ ലോഡ് അവർ പറയുന്നുണ്ട് ഫസ്റ്റ് എത്രയാണ്, 2000 ന്യൂട്ടൺ ആണ്. അതിൻ്റെ സ്പീഡ് അവർ പറയുന്നുണ്ട് എത്രയാണ്, 1000 RPM. പക്ഷേ ഇത് എത്രയാണ്, ഒരു വർക്ക് സൈക്കിളിൻ്റെ ആ വർക്ക് സൈക്കിളിൻ്റെ എത്ര 25% ടൈം പീരീഡിലേക്കാണ് ഇത് ആക്ട് ചെയ്യുന്നത്.
ദെൻ അടുത്ത പറയുന്നുണ്ട് റേഡിയൽ ലോഡ് ഓഫ് 5000 ന്യൂട്ടൺ. അടുത്തത് 5000 ന്യൂട്ടൺ. അത് എത്ര നേരത്തേക്ക് ആക്ട് ചെയ്യുന്നത്? അത് 1500 RPM എത്ര നേരത്തേക്ക്? 50% ഓഫ് ടൈമിന് ആക്ട് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് വൺ തേർഡ് സ്റ്റേജിൽ എന്താണ്? 3000 ന്യൂട്ടൺ 700 RPM എത്ര പെർസെൻറ്റേജ് ടൈം? 25% ടൈമിലേക്ക് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മെയിനായിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വർക്ക് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ 1 മിനിറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. വർക്ക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ്, RPM റെവല്യൂഷൻസ് പെർ മിനിറ്റാണ് പറയുന്നത്. അപ്പോൾ 1 മിനിറ്റിലെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആലോചിക്കുക, നമ്മൾ ഇത് ഒരു ഫുൾ സൈക്കിളാണ്. നോക്കി, ഇത് 25, 75, 100. അപ്പം 100% എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിളിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുക 1 മിനിറ്റിലെ വെച്ച് ആലോചിക്കുകയാണെങ്കിൽ നോക്കി, ഇത് 1 മിനിറ്റിലാണ് 1000 RPM അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഈ 2000 ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? അതിൻ്റെ ആക്ച്വൽ സ്പീഡ് എത്ര ആയിരിക്കും? 1 മിനിറ്റിൽ അവൻ എത്രയാണ്? 1000. അതിൻ്റെ 25%. അപ്പോൾ അതിൻ്റെ 1 മിനിറ്റിൻ്റെ 25% നമുക്ക് എങ്ങനെ എഴുതാം? 1000 × 0.25 എത്ര വരും? ഇറ്റ് ഈസ് 250 RPM. ശരിയല്ലേ? ദെൻ N2 ആക്ട് ചെയ്യുന്ന അടുത്തത് ആ വർക്ക് സൈക്കിളിൻ്റെ തന്നെ എത്ര നേരത്തേക്ക്? 50%. അപ്പോൾ 1500 × 0.5. So that comes around 750 RPM. Then N3 value speed 700 RPM. അത് 25% ടൈമിലേക്കുള്ളൂ. സോ 0.25 ഡ്യൂറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ എത്ര വരും? 700/4 എത്രയാണെന്ന് വെച്ചാൽ ചെയ്ത് നോക്കുക. സോ ദാറ്റ് കംസ് അറൗണ്ട് 175 RPM. അപ്പോൾ നമ്മൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഒരു സൈക്കിളിലേക്കുള്ളതാണ്. അപ്പോൾ ഇത് ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണെന്ന് വിചാരിച്ചാൽ കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് 25% ടൈമിലേക്കേ ഉള്ളൂ. 25% ഓഫ് ടൈമേ ഉള്ളൂ. നമ്മൾ 1 മിനിറ്റ് ആണ് ഒരു സൈക്കിളാണെന്ന് വിചാരിക്കുന്നെങ്കിൽ ആ ഒരു സൈക്കിളിൻ്റെ 25% അതാണ് ഇപ്പോൾ ടോട്ടൽ സ്പീഡിൻ്റെ എന്ത് ചെയ്യുക? 25% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആണ് ആ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ എത്രയാണ്. അപ്പോൾ നമ്മൾ N1, N2, N3 വാല്യൂ അങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് ഞാൻ പറഞ്ഞു. നമുക്ക് ഇവിടെയുള്ള ഇവിടെയുള്ള എൻ്റെ റേഡിയൽ ലോഡ് എന്ന് പറയുന്നത് P1, P2, P3 അത് തന്നെ ഇക്വലൻ്റ് ലോഡായിട്ട് തന്നെ വിചാരിക്കുക. ഇക്വലൻ്റ് ലോഡായിട്ട് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ഇവിടെ FR മാറ്റി എനിക്ക് എന്ത് എഴുതാം? P എന്ന് പറയാൻ കാര്യം ആക്സിൽ ത്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് P എന്ന് തന്നെ ഡയറക്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഇത് P1, ഇത് നിങ്ങളുടെ P2, ഇത് നിങ്ങളുടെ P3 അല്ലെങ്കിൽ F1, F2, F3. ഇപ്പോൾ ഡേറ്റാ ബുക്കിൽ F1, F2, F3 എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതേ നൊട്ടേഷൻ തന്നെ ഉള്ളതാണെങ്കിൽ Pക്ക് പകരം നിങ്ങൾക്ക് F ആണെങ്കിൽ റെപ്രസെൻ്റ്. അങ്ങനെയാണെങ്കിൽ ഫ്രം ഡേറ്റാ ബുക്ക് ഇക്വേഷൻ 16.9a പേജ് 374 ഇക്വേഷൻ എങ്ങനെയായിരുന്നു? F മീൻ ഓർ PE P ഇക്വലൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാം F1 ക്യൂബ് × N1 പ്ലസ് F2 ക്യൂബ് × N2 പ്ലസ് F3 ക്യൂബ് × N3 ഡിവൈഡഡ് ബൈ N ദ ഹോൾ റേസ് ടു 1/3. ഇപ്പോൾ എല്ലാ വാല്യൂ ഉണ്ട്. F1 2000 ക്യൂബ് A × 250 പ്ലസ് 5000 ക്യൂബ് A × 750 പ്ലസ് 3000 ക്യൂബ് A × 175 the whole divided by 250 plus 750 plus 175 equal to എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത്രയും ന്യൂട്ടൺ എന്നും പറഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? ലോഡ് കിട്ടും. ക്ലിയർ? വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. 10 മാർക്കിന് മെയ് 2009 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്യൂറേഷൻ ഓഫ് ടൈം ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ആ ഡ്യൂറേഷൻ ഓഫ് ടൈം വെച്ചുകൊണ്ട് വേണം നമ്മൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ നമ്മൾ മീൻ ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മീൻ ലോഡ് P കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കി, നമുക്ക് പഴയ ഇക്വേഷൻ എന്താ? ബോൾ ബിയറിംഗ് ആണെന്ന് അവർ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. സോ LN = എന്താണ്? C/P ദ ഹോൾ റേസ് ടു 3 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ 16.4a ഇക്വേഷൻ 16.4a പേജ് 372 നമുക്ക് ഈക്വേഷൻ ഉണ്ട്. ബോൾ ബിയറിംഗ് സിംഗിൾ ഗ്രൂവ് ഡീപ്പ് ബോൾ ബിയറിംഗ് എന്ന് പറയുന്നതുകൊണ്ടാണ് ഈ ഇക്വേഷൻ ചൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അപ്പോൾ ഇവിടെ നമുക്ക് ലൈഫ് ഇൻ മില്യൻസ് ഓഫ് റെവല്യൂഷൻ LN എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻ മില്യൻസ് ഓഫ് റെവല്യൂഷനിലാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കിയാൽ നമുക്ക് C വാല്യൂ അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര? 40,000 സംതിങ് തന്നിട്ടുണ്ട്. സോ 40210 ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് അവിടെ കിട്ടിയ P ഇക്വലൻ്റ് എത്രയാണോ ആ വാല്യൂ ഇടുക, ദ ഹോൾ റേസ് ടു 3 ചെയ്യുക.
ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത്രയും മില്യൺസ് ഓഫ് റെവല്യൂഷൻ എന്നും പറഞ്ഞ് കിട്ടും. അപ്പോൾ അതായത് LN വാല്യൂ നമുക്ക് എത്രയാണെന്ന് കിട്ടി. സോ LN വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എക്സ്പെക്റ്റഡ് ലൈഫ് ഇൻ അവേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവേഴ്സിലുള്ള ലൈഫ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ലൈഫ് ഇൻ അവേഴ്സ് LH വാല്യൂ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ LNും LHും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഇന്നലെയും ചെയ്തിരുന്നു, കഴിഞ്ഞ ലെക്ചറിലും ചെയ്തിരുന്നു. 16.11A പേജ് 375. We have LN is equal to 60 NLH divided by 10 raised to 6. ഇവിടെ n കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, n എന്ന് പറഞ്ഞാൽ എന്താണ്? N1 plus N2 plus N3 ആണ്. അത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. N1 N2 N3 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഈക്വേഷനിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ LN വാല്യൂ നമുക്ക് ഇവിടുന്ന് LN വാല്യൂ കിട്ടി, N വാല്യൂ ഉണ്ട്. സോ therefore LH is equal to എത്രയാണ്? സോ ദാറ്റ് മച്ച് അവേഴ്സ് എന്ന് പറഞ്ഞ് കിട്ടും. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിലെ ആ ഡ്യൂറേഷനും കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് സിമ്പിളാണെന്ന് പറയാൻ കാര്യം ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? റേഡിയൽ ലോഡ് മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. ഇനി ആക്സിയൽ ലോഡും കൂടെ വരുന്ന സൈക്ലിക് ലോഡ് പ്രോബ്ലം ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ ഹോപ്പ് ദിസ് പ്രോബ്ലം ഈസ് വെരി ക്ലിയർ ടു ആൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 കേസും വരാം. അതായത് ആക്സിയലും റേഡിയൽ ലോഡും വരുവാണെങ്കിൽ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. Again we have a single row deep groove ball bearing is subjected to 30-second work cycle. അത് പ്രത്യേകം നോട്ട് ഡൗൺ ചെയ്യുക. 30 സെക്കൻഡ് ആണ് എൻ്റെ വർക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. Then that consists of the following 2 parts. അപ്പോൾ നമുക്ക് 2 പാർട്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ആ 30 സെക്കൻഡ് വർക്ക് സൈക്കിളിൽ ആദ്യത്തെ 10 സെക്കൻഡ് നേരമാണ് പാർട്ട് 1 എന്ന് പറയുന്നത്, ബാക്കി 20 സെക്കൻഡ് നേരമാണ് പാർട്ട് 2 എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. ഡ്യൂറേഷൻ സെക്കൻഡില 10 + 20 എന്ന് പറയുന്നതാണ് 30 വർക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. നമുക്കിവിടെ നോക്കിയാൽ നമുക്കിവിടെ റേഡിയൽ ലോഡ് തന്നിട്ടുണ്ട്, ആക്സിയൽ ലോഡ് തന്നിട്ടുണ്ട്, ആൻഡ് സ്പീഡ് ഈസ് ഓൾസോ ഗിവൺ. അപ്പം ഇത്തരം പ്രോബ്ലത്തിൽ എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്യണം? അപ്പോൾ ഇവിടെ നേരത്തെ പോലെ ഇക്വലൻ്റ് ലോഡ് എന്ന് പറയുന്നത് എന്തല്ല, FR ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാര്യം ഇവിടെ 2 ലോഡും കൂടെ വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഇക്വലൻ്റ് ലോഡ് കാൽക്കുലേറ്റ്. എങ്ങനെയാണ് നമ്മൾ ഇക്വലൻ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വി ഹാവ് ദി ഇക്വേഷൻ P is equal to എന്താ? XVFR plus YFA അല്ലേ? ശരിയല്ലേ? ഇക്വേഷൻ 16.6, ഇക്വേഷൻ 16.6, പേജ് നമ്പർ 372, പേജ് 372. അപ്പോൾ ആ പേജിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കി നമുക്ക് പാർട്ട് 1ൻ്റെ ഇക്വലൻ്റ് ലോഡ് കണ്ടുപിടിക്കണം, പാർട്ട് 2നെ കണ്ടുപിടിക്കും. പാർട്ട് 1ൻ്റെ ഇക്വലൻ്റ് ലോഡിനെ നമ്മൾ എന്താ വിളിക്കും? ഇത് രണ്ടും കൂടെ ഉള്ള കമ്പൈൻഡ് എഫക്റ്റിനെ P1 എന്ന് വിളിക്കും, ഇതിനെ നമ്മൾ എന്താ പറയും? P2 എന്ന് വിളിക്കും. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യണം? അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ നമുക്ക് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് കപ്പാസിറ്റീസ്, അതായത് C വാല്യൂവും, സ്റ്റാറ്റിക് മീൻസ് C0 വാല്യൂവും, ഡൈനാമിക് ലോഡ് Cയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇക്വലൻ്റ് ലോഡ് കണ്ടുപിടിക്കുന്നത് നോർമലി? അപ്പോൾ ആദ്യം ഞാൻ പാർട്ട് 1ൻ്റെ കേസ് പറയാൻ പോകാം. അപ്പോൾ പാർട്ട് 1ൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പാർട്ട് 1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നോക്കി എനിക്ക് FA/C0 എത്രയാണെന്ന് കാൽക്കുലേറ്റ്. രണ്ടും കിലോ ന്യൂട്ടണിലാണ്, എല്ലാം കിലോ ന്യൂട്ടണിലാണ്. സോ FA, ദിസ് ഈസ് യുവർ FA വാല്യൂ ആൻഡ് ദിസ് ഈസ് യുവർ FR വാല്യൂ. സോ FA വാല്യൂ നമുക്കറിയാം പാർട്ട് എയെ സംബന്ധിച്ച് അതെന്താണ്? പാർട്ട് 1നെ സംബന്ധിച്ച് 12.5 ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് 50. സോ FA/C0 വാല്യൂ നമുക്ക് FA/C0 നമുക്ക് എത്രയാണ് വരുന്നത്? ഇറ്റ് കംസ് അറൗണ്ട് 0.25 എന്ന് വരും. ക്ലിയർ? അതുപോലെ നമുക്ക് ഞാൻ അസ്യൂം ചെയ്തു കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇപ്പോൾ ഇന്നർ റേസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നർ റേസ് എന്താണ്? റൊട്ടേറ്റിംഗ് ആണെന്ന് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ അങ്ങ് അസ്യൂം ചെയ്തു. അസ്യൂമിങ് ഇന്നർ റേസ് ഈസ് റൊട്ടേറ്റിംഗ്. സോ ഫ്രം ടേബിൾ 16.3, so from table 16.3, page 381, we can take the V value as 1. ഞാനപ്പോൾ ഇവിടെ V വാല്യൂ എത്രയായിട്ട് എടുത്തു? ഇന്നർ റേസ് റൊട്ടേറ്റിംഗ് ആയതുകൊണ്ട് ആ ടേബിളിൽ നിന്നും 1. എന്തുകൊണ്ടാണ് ഈ ടേബിൾ തന്നെ എടുത്ത്? നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ബോൾ ബിയറിംഗ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് റോളർ ബിയറിംഗ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? 16.5 എന്ന് പറയുന്ന ടേബിൾ യൂസ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഇനി നമുക്കിവിടെ എന്താണ് പഠിക്കാം? FA/VFR എന്ന് പറയുന്ന വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്യുക. FA/VFR എത്ര വരും നോക്കി? FA വാല്യൂ നമുക്ക് എത്രയാണ്? ഇറ്റ് ഈസ് FA ഈസ് 12.5. സോ 12.5 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു FR വാല്യൂ ഈസ് 45. സോ FA/VFR കംസ് അറൗണ്ട് 0.5
0.278 ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് വാല്യൂ ആണ് നമുക്കുള്ളത്. അപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് ഡൈനാമിക് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു, ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ ബേസ്ഡ് ഓൺ ഈ വാല്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ടേബിൾ, ഇതേ ടേബിളിൽ ഞാൻ പോയി. അപ്പോൾ ഞാൻ ആ ടേബിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പം നമുക്ക് ഇവിടെ കിട്ടിയ FA/C0 വാല്യൂ എത്രയാണെന്ന് നോക്കുക, 0.25. അപ്പം ഇവിടെ നമുക്ക് ടേബിളിൽ നോക്കിയേ, ടേബിളിൽ വന്നു കഴിഞ്ഞാൽ FA/C0 ഉണ്ട്. ഇവിടെ 0.28 ഉള്ളത്, എനിക്ക് 25 വന്നു. അപ്പം ഏതാണ്ട് അടുത്ത് വരുന്നുണ്ട്. ഇൻ്റർപൊളേഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ തൽക്കാലം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ അങ്ങ് റൗണ്ട് ഓഫ് ചെയ്യാം. അപ്രോക്സിമേറ്റ്ലി 0.28 വാല്യൂ തന്നെ 0.25 അങ്ങ് എടുക്കുവാണ്. അപ്പോൾ 0.28 കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ എറർ വാല്യൂ എത്രയാണ് വരുന്നത്? 0.28 കറസ്പോണ്ടിങ് ആയിട്ട് എറർ വാല്യൂ കംസ് അറൗണ്ട് 0.38. സോ ഫ്രം ടേബിൾ വി ഹാവ് E is equal to 0.38. അപ്പോൾ നോക്കുകയാണെങ്കിൽ നോക്കി, ഈ കണ്ടീഷൻ നോക്കി, FA/VFR എത്രയേ ഉള്ളൂ? പാർട്ട് 1നെ സംബന്ധിച്ച് 0.27 ആണ്. സോ ദാറ്റ് മീൻസ് FA/VFR ഈസ് ലെസ് ദാൻ E വെയർ E ഈസ് 0.38. അപ്പം ലെസ് ആണെങ്കിൽ നമുക്ക് ടേബിളിൽ ഞാൻ പറഞ്ഞു കറക്ഷൻ വരുത്താൻ പറയുന്നത് ഗ്രേറ്റർ ആണ്. അപ്പം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ടേബിളിൻ്റെ എൻഡിൽ പേജ് 383 അവർ പറയുന്നുണ്ട്, ഫോർ സിംഗിൾ റോ ബിയറിംഗ് വെൻ FA/VFR ലെസ് ദാൻ E ടേക്ക് X equal to 1 ആൻഡ് Y equal to 0. അപ്പം ഡയറക്റ്റ് എനിക്ക് എഴുതുന്നത് ഫോർ X equal to 1 ആൻഡ് Y equal to 0 അതേ ടേബിൾ പേജ് 383 നിന്ന് എഴുതി. അപ്പോൾ നമുക്ക് എക്സും വൈയും കിട്ടിയെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അതിൻ്റെ ഇക്വലൻ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വലൻ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? സോ P1 ഫോർ പാർട്ട് 1, P1 വിൽ ബി ഈക്വൽ ടു XVFR പ്ലസ് YFA. സോ ദാറ്റ് വാല്യൂ എത്ര തന്നെ വരും? സെയിം വാല്യൂ വരും. ഈ ടൈം എന്തായി? Y വാല്യൂ 0 ആണ്. സോ ദിസ് ടൈം ഇല്ല. ഇവിടെ X 1 ആണ്. സോ എത്രയാണോ റേഡിയൽ ലോഡ് അത്രയും തന്നെ വരും. റേഡിയൽ ലോഡ് നമുക്ക് എത്രയായിരുന്നു? റേഡിയൽ ലോഡ് 45,000 ആയിരുന്നു. സോ നമുക്ക് 45,000 എന്ന് തന്നെ പറയാം. 45 കിലോ ന്യൂട്ടൺ, 45 × 10⁻³ ന്യൂട്ടൺ എന്ന് പറയാം. കിലോ ന്യൂട്ടൺ ആയിരുന്നു, ഞാനതിനെ ന്യൂട്ടൺ ആക്കിയിട്ടുണ്ട്. അപ്പം പാർട്ട് 1ൻ്റെ എന്ത് കിട്ടി? ഇക്വലൻ്റ് ലോഡ് കിട്ടി. ഇനി അതിൻ്റെ സ്പീഡിൻ്റെ കാര്യം ശ്രദ്ധിച്ച് നോക്കിയേ. സ്പീഡ് എങ്ങനെയാണ് പറയാൻ പറ്റുമെന്ന് നോക്കിയേ. 30 സെക്കൻഡ് സൈക്കിളിൽ 10 സെക്കൻഡ് നേരത്തേക്കുള്ളൂ. അപ്പം 30 സെക്കൻഡ് നേരത്തേക്ക് അതിൻ്റെ സ്പീഡ് എത്ര? 720 RPM ആണ്. അതായത് 720 RPM എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയേ, 720 എന്ന് പറയുന്നത് റെവല്യൂഷൻസ് പെർ മിനിറ്റാണ്. 60 സെക്കൻഡിലേക്ക് എനിക്ക് എത്രയാണ്? 720. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ എത്രയേ ഉള്ളൂ? 10 സെക്കൻഡ് നേരേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ എനിക്ക് സ്പീഡ് N1 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 60ൽ അതെത്ര ആയിരുന്നു? 720 ആയിരുന്നെങ്കിൽ 10 സെക്കൻഡിലേക്ക് എനിക്ക് എത്ര? X ക്രോസ് ചെയ്തു. 720 × 10 ഈക്വൽ ടു 60 × X. അതിൽ നിന്ന് X വാല്യൂ കാൽക്കുലേറ്റ്. അതാണ് നമ്മുടെ സ്പീഡ് N1 എന്ന് പറയുന്നത്. സോ ദാറ്റ് വാല്യൂ കംസ് അറൗണ്ട് 120 RPM. സോ നമുക്ക് P1 വാല്യൂ ആയി, N1 വാല്യൂ ആയി. ക്ലിയർ? സോ പാർട്ട് 1ൽ നിന്നും നമുക്ക് ആവശ്യമായുള്ള ഡേറ്റാസ് നമ്മൾ ഫെച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് പാർട്ട് 2ലേക്കാണ്. സോ പാർട്ട് 2ലേക്ക് പോകുമ്പോൾ നോക്കി, നമുക്ക് പാർട്ട് 2ൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എഗെയിൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നിങ്ങളുടെ FA/C0 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ വി ആർ ഡൂയിങ് ദി പാർട്ട് 2 കാൽക്കുലേഷൻ. സോ കാൽക്കുലേറ്റ് ദി FA/C0 വാല്യൂ. FA വാല്യൂ ഇവിടെ എത്രയാണ്? FA വാല്യൂ 6.25 ആണ്. സോ 6.25 ഡിവൈഡഡ് ബൈ C0 എത്രയാണ്? 50. സോ ഡിവൈഡഡ് ബൈ 50. സോ ദാറ്റ് കംസ് അറൗണ്ട് 6.25/50. അത് കിലോ ന്യൂട്ടൺ ആയിട്ട് യൂണിറ്റ് കൺവേർഷൻ്റെ ആവശ്യമില്ല. സോ ദാറ്റ് കംസ് അറൗണ്ട് 0.125. സോ FA/C0 എത്രയാണ്? 0.125 ആണ് വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ടേബിൾ നോക്കുവാണെങ്കിൽ ഓക്കെ, FA/C0 അതിൽ 0.125 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 0.11 11 ഉണ്ട് ഇവിടെ. അപ്പോൾ അതിന് റൗണ്ട് ഓഫ് ചെയ്ത് ഞാൻ എങ്ങനെ എടുക്കും? അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാല്യൂ എത്ര വരുന്നത്? 0.3. അപ്പം ഫ്രം ടേബിൾ 16.3 ടേബിൾ 16.3 പേജ് 381 എറർ അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 0.3. ഈ വാല്യൂ ഈസ് 0.3. Now we will calculate again. We will assume inner race is rotating, so we can take V is equal to 1. Now we will calculate FA/VFR. ഈ കേസിൽ FA വാല്യൂ എത്രയാണ്? FA വാല്യൂ 6.25. So 6.25 divided by 1 × 15. So that comes around 15.
0.417. So this is the FA by VFR value. So idum E കൂടെ കമ്പയർ നോക്കേണ്ടി which is greater than E. അപ്പോൾ നമുക്ക് സിംഗിൾ റോയിൽ FA by VFR greater than E ആണെങ്കിൽ X വാല്യൂ എത്രയാണ് 0.56. സോ therefore X equal to 0.56. ഇനി Y വാല്യൂ ഏതിന് കറസ്പോണ്ടിങ് FA by C0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള FA by VFR greater than ഉള്ള കോളമായിട്ട് മെഷ് ചെയ്യുന്ന എത്ര 1.45. സോ Y equal to 1.45. സോ കാൽക്കുലേറ്റ് ചെയ്ത് ഇനി ഇൻ്റർപൊളേറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ഇൻ്റർപൊളേറ്റ് ചെയ്തെടുക്കാം. സോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് therefore P2 is equal again XVFR plus YFA. വാല്യൂസ് എല്ലാം ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്രോക്സിമേറ്റ്ലി കിട്ടും. ചെറിയ വ്യത്യാസം കാണും. ഞാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നോക്കുക. സോ ഇറ്റ് കംസ് അറൗണ്ട് 17275 ന്യൂട്ടൺ. സോ P2 വാല്യൂ നമുക്ക് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ അടുത്ത ഡേറ്റ ശ്രദ്ധിച്ച് നോക്കി. ഇത് എത്രയാണ്? നമുക്ക് 20 സെക്കൻഡാണ്. 20 സെക്കൻഡിലേക്ക് സ്പീഡ് എത്ര 1440 ആണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് N2 വാല്യൂ വേണം. 60 സെക്കൻഡിൽ അവൻ എത്രയാണ് 1440 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 20 സെക്കൻഡിലേക്ക് എത്ര? സോ ദാറ്റ് ഈസ് അവർ N2 വാല്യൂ. സോ N2 കംസ് അറൗണ്ട് കട്ട് ചെയ്തു ഇറ്റ് ഈസ് 480 റൈറ്റ്. സോ ഇറ്റ് കംസ് അറൗണ്ട് 480 RPM. therefore N വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ N1 പ്ലസ് N2 വരും. 120 ആയിട്ട് 120 പ്ലസ് 480 എത്ര വരും 600 RPM എന്നും വരും. അപ്പോൾ ഇവിടെ നമുക്ക് P1 P2 വാല്യൂ എല്ലാം കിട്ടി. അപ്പോൾ ഞാൻ ആ വാല്യൂസ് ഇങ്ങോട്ട് ഒന്ന് എടുത്തെഴുതുവാണ്. സോ P1 നമുക്ക് കിട്ടിയത് P1 കംസ് അറൗണ്ട് എത്രയായിരുന്നു 45,000 ന്യൂട്ടൺ ആയിരുന്നു. N1 കിട്ടിയത് എത്രയായിരുന്നു 120 RPM ആയിരുന്നു. ദെൻ P2 വാല്യൂ നമുക്ക് കിട്ടിയത് അപ്രോക്സിമേറ്റ്ലി 17275 ന്യൂട്ടൺ ആയിരുന്നു. ആൻഡ് N2 വാല്യൂ കിട്ടിയത് 480 RPM ആയിരുന്നു. ആൻഡ് ടോട്ടൽ N വാല്യൂ എനിക്ക് കിട്ടിയത് 600 RPM ആയിരുന്നു. ഇത്രയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും സൈക്ലിക് ലോഡിംഗ് ആണെന്നുള്ള കേസാണ്. കാര്യം 2 ലോഡ് 2 സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വലൻ ലോഡാക്കി. സോ ഫ്രം ഡേറ്റ ബുക്ക് ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ ഏതാണ് 16.9a. ഇക്വേഷൻ 16.9a പേജ് 374 FM or PE ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു F1 ക്യൂബ് N1 പ്ലസ് F2 ക്യൂബ് N2 ഡിവൈഡഡ് ബൈ N ദ ഹോൾ റേസ് ടു 1/3. സോ ദിസ് എല്ലാ വാല്യൂ ഉണ്ട്. P1 തന്നെയാണ് നമ്മൾ എന്താ പറഞ്ഞത് F1, P2 തന്നെയാണ് നമ്മൾ എന്ത് എഴുതി F2. സോ F1 N1 എല്ലാം ഉണ്ട്. അപ്പോൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. സോ P കംസ് അറൗണ്ട് അപ്രോക്സിമേറ്റ്ലി 28167.89 ന്യൂട്ടൺ എന്ന് വരും. അപ്പോൾ ഈ വാല്യൂ കിട്ടി. അപ്പം നേരത്തെ പോലെ തന്നെ ക്വസ്റ്റ്യനെ ആലോചിച്ച് നോക്കുക. ക്വസ്റ്റ്യന് നമ്മളോട് എന്ത് പറയുന്നുണ്ട്? ഡൈനാമിക് ലോഡ് എത്രയാണ് 68 കിലോ ന്യൂട്ടനാണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി വാല്യൂ നമുക്ക് ഗിവൺ ആണ് 68. സി വാല്യൂ ഈസ് ഗിവൺ ആസ് 68 കിലോ ന്യൂട്ടൺ വിച്ച് ഈസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ പേപ്പർ. സോ നമുക്ക് പി ഉണ്ട്, സി ഉണ്ട്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് LN വാല്യൂ. LN വാല്യൂ ഈക്വൽ ടു C/P ദ ഹോൾ റേസ് ടു 3 സിൻസ് ഇറ്റ് ഈസ് എ ബോൾ ബിയറിംഗ് ആയതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തു. പേജ് നമ്പർ 372 ഇക്വേഷൻ 16.4a. ഇക്വേഷൻ പേജ് 372 ഇക്വേഷൻ 16.4a. സോ LN വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ LN വാല്യൂ കംസ് അറൗണ്ട് 14.07 മില്യൺസ് ഓഫ് റെവല്യൂഷൻ. അത്രയും റെവല്യൂഷൻ എന്ന് വരും, മില്യൺസ് ഓഫ് റെവല്യൂഷൻ എന്ന് വരും. അത് കിട്ടിക്കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, പേജ് നമ്പർ 375 പോവുക. പേജ് 375 ഇക്വേഷൻ 16.11a എന്താണ്? LN is equal to 60 N LH divided by 10 raised to 6. N വാല്യൂ എന്ന് പറയുന്നത് നമുക്കിതാ ഇവിടെ 600 ഉണ്ട്, LN ഉണ്ട്. സോ ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് LH. സോ ദാറ്റ് കംസ് അറൗണ്ട് 195.4 hours. സോ ഇങ്ങനെയാണ് ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് മെയിനായിട്ടും ഈ ഒരു സൈക്ലിക് ലോഡിങ്ങിനകത്ത് ചോദിച്ചു കണ്ടിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പം പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ റേഡിയൽ ലോഡ് മാത്രമുള്ള കേസായിരുന്നു ചോദിച്ചിരുന്നത്. അതുകൊണ്ട് ഈ ആക്സിയൽ ലോഡ് വരുന്ന ഒരു കേസും കൂടി നിങ്ങളെ ശ്രദ്ധിച്ച്
പഠിക്കുക. ആക്സിയൽ ലോഡും കൂടെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ നോർമൽ P=XVFR+YF എന്ന് പറയുന്ന കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇക്വലൻ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ബാക്കി കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ 2 പാർട്ടുണ്ടെങ്കിൽ 2 ഇക്വലൻ്റ് ലോഡ് വരും, 3 എണ്ണം ഉണ്ടെങ്കിൽ 3 എണ്ണം വരും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡൗട്ടുകൾ താഴെയുള്ള ടെലിഗ്രാം ചാനൽ വഴിയോ അല്ലെങ്കിൽ പേഴ്സണൽ വാട്സാപ്പ് നമ്പർ വഴിയോ ചോദിക്കാവുന്നതാണ്. പിന്നെ പലരും ഡിസൈൻ്റെ തിയറി പോർഷൻസ് ചോദിക്കാറുണ്ട്. അപ്പം തിയറി പോർഷൻ പഠിക്കാനിരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങളോട് ഞാൻ ഒന്ന് പറയുകയാണ്, 100 മാർക്കിൻ്റെ പരീക്ഷ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ 100 മാർക്കിനാണ്. നിങ്ങൾക്ക് 70 മാർക്കിന് എഴുതിയാൽ മതി. അപ്പോൾ ചിലർ പാർട്ട് എയും പാർട്ട് സിയും അല്ലെങ്കിൽ പാർട്ട് ബിയും പാർട്ട് സിയും മാത്രം പഠിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തിയറി പഠിച്ച് സമയം കളയുന്നതിനേക്കാൾ നല്ലത് 70 മാർക്കിന് എഴുതാൻ നിങ്ങൾക്ക് എല്ലാ പാർട്ടിലെയും പ്രോബ്ലംസ് സോൾവ് ചെയ്താൽ, പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 70 മാർക്കിനുള്ള കാര്യങ്ങളാവും. അതുകൊണ്ട് പ്രോബ്ലം സൈഡ് നല്ല സ്ട്രോങ് ആക്കി വെക്കാൻ ശ്രമിക്കുക. തിയറി ലൈറ്റായിട്ടുള്ള കുറേ പോർഷൻസ് ഞാൻ ടെലിഗ്രാം ചാനൽ വഴിയോ അല്ലെങ്കിൽ MECATUST വഴിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൾ.